നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീവിദ്യ. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അതിലെല്ലാം പരാജയപ്പെട്ടവരാണോ? ജീവിതത്തിൽ വിജയിക്കണം എന്ന അതിതീക്ഷ്ണമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു നോക്കി. എന്നിട്ടും അവിടെയെല്ലാം നിങ്ങൾക്ക് പരാജയമായിരുന്നു. അങ്ങനെ ജീവിക്കുന്നവരാണോ നിങ്ങൾ? എല്ലായിടത്തും പരാജിതനായി, എല്ലാ പേരും തോറ്റവൻ എന്ന് മുദ്ര കുത്തുന്നു. എന്തൊക്കെ ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ, എല്ലാ സ്ഥലത്തും തോൽവിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നും കരച്ചിലും ബഹളവുമായി തങ്ങി നിൽക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കഥ നിങ്ങൾക്കുള്ളതാണ്. അതായത്, ഒരിക്കൽ ഒരു കർഷകൻ ചൈനീസ് മുളയുടെ വിത്ത് നട്ടു. വിത്ത് നട്ടിട്ട് ദിവസവും അതിന് വെള്ളവും വളവും നൽകി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നിട്ടും ആ ഒരു മുളയിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടായില്ല. പലരും കളിയാക്കി, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ആ ഒരു മുള ഇനി പൊന്തി വരില്ല എന്ന് എല്ലാ പേരും പറഞ്ഞു. എന്നാലും കർഷകൻ തൻ്റെ ഉദ്യമം ചെയ്തുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും വെള്ളവും വളവും നൽകി ആ ഒരു സീഡിനെ, ആ ഒരു വിത്തിനെ പരിരക്ഷിച്ചു. അങ്ങനെ ദിവസങ്ങൾ പോയി. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. അങ്ങനെ 2ാമത്തെ വർഷവും കഴിഞ്ഞു. കാര്യമായ ഒരു മാറ്റവും ആ മുളയിൽ ഉണ്ടായില്ല. അങ്ങനെ 3ാമത്തെ വർഷവുമായി. 3ാമത്തെ വർഷവും വെള്ളവും വളവും നൽകി ആ കർഷകൻ അതിനെ പരിരക്ഷിച്ചു. എന്നിട്ടും ഒരു മാറ്റവും ആ ഒരു മുളയിൽ ഉണ്ടായില്ല. അങ്ങനെ 4ാമത്തെ വർഷവുമായി. പലരും കളിയാക്കി, എന്തായി ചെയ്യുന്നേ എന്ന് പറഞ്ഞു. എന്നിട്ടും ആ കർഷകൻ തൻ്റെ ഉദ്യമം വിട്ടില്ല. വീണ്ടും വെള്ളവും വളവും ദിവസവും നൽകി ആ ഒരു ചെടിയെ, ആ ഒരു മുളയെ പരിരക്ഷിച്ചു. അങ്ങനെ 4ാമത്തെ വർഷവും കഴിഞ്ഞു. 4ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായി. അതായത്, പെട്ടെന്ന് ആ മുള പൊട്ടി. ആ ഒരു ചൈനീസ് മുള ഒരു 2 മാസം കൊണ്ട് 90 അടി പൊക്കത്തിൽ പടർന്നു പന്തലിച്ചു. ആ കർഷകന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആ കർഷകൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതായത്, ഈ 4 വർഷവും ഈ ചൈനീസ് മുളയുടെ വിത്ത് എന്താ ചെയ്തത്? എന്താ അതിൻ്റെ മുള പൊങ്ങി വരാത്തത്? കേവലം ഒരു 2 മാസം കൊണ്ട് ഇത്രയും പൊക്കത്തിൽ പൊങ്ങാനാണോ ഇങ്ങനെ മിണ്ടാതെ നിന്നത് ആ വിത്ത്? അതെ, അതായത് ഈ 4 വർഷം കൊണ്ട് ഈ ചൈനീസ് മുളയുടെ വേരുകൾ മണ്ണിനുള്ളിൽ പടർന്നു പന്തലിക്കുകയായിരുന്നു. എങ്കിൽ മാത്രമേ ഇത്ര പൊക്കത്തിൽ പോകുന്ന ചൈനീസ് മുളയെ അതിന് താങ്ങി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വേരുകൾ മണ്ണിനുള്ളിൽ പടർന്നു പന്തലിച്ചു. അങ്ങനെ ഈ ഒരു 90 അടി പൊക്കമുള്ള ചൈനീസ് മുളയെ അതിന് താങ്ങി നിർത്താൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ശക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരമായി പ്രയത്നിക്കുക. ഒരിക്കൽ തോക്കട്ടെ, തോൽവി നല്ലതാണ്. വീണ്ടും വീണ്ടും ജയിക്കാനുള്ളൊരു വീറ് കൂടും, അല്ലേ? അതായത്, ഒരു തീയായിട്ട് ആ ഒരു ആഗ്രഹം മനസ്സിൽ തങ്ങി നിൽക്കും. വീണ്ടും വീണ്ടും പ്രയത്നിക്കുക. എന്തു വന്നാലും തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു പ്രയാണം അവസാനിപ്പിക്കരുത്. അവസാനിപ്പിക്കാനല്ലല്ലോ നമ്മൾ തുടങ്ങിയത് വിജയം കണ്ടെത്താൻ മാത്രമാണ്. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ആ ഒരു വിജയമാണ്. എന്തു വന്നാലും ഞാൻ ഒരിക്കലും പിന്തിരിയുകയില്ല എന്ന ലക്ഷ്യത്തോടുകൂടി നിരന്തരമായി പ്രയത്നിക്കുക. മറ്റുള്ളവർ കല്ലെറിയട്ടെ, മറ്റുള്ളവർ പരിഹസിക്കട്ടെ, എല്ലാം ഒരു ഊർജമായി ഏറ്റെടുത്ത് വീണ്ടും വീണ്ടും പ്രയത്നിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാടോ പറ്റുന്നേ? അതുകൊണ്ട് തീക്ഷ്ണമായ ലക്ഷ്യത്തോടു കൂടി നിരന്തരമായി പ്രയത്നിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലക്ഷ്യം നിങ്ങൾ നേടുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.